പ്രഭാതമാകാൻ തുടങ്ങുകയായിരുന്നു. കിഴക്കു വെള്ള കീറിയിട്ടുണ്ട്. ടിവിയിലെ ഡിറ്റക്റ്റീവ് ടൈംസിൻ്റെ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു. അദ്ദേഹം കൈ പുറകിൽ കെട്ടി മുറിയിലൂടെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ശിരസ് കുനിച്ച് കാലുകൾ അമർത്തിച്ചവിട്ടി. ബൂട്ട്സിനടിയിലെ ഉരുക്കുകട്ടകൾ മൊസൈക്ക് തറയിൽ അമരുന്ന ശബ്ദം മിനിറ്റുകളോളമായി അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അദ്ദേഹം തലയുയർത്തി മുന്നോട്ട് നോക്കും. അപ്പോൾ ജനലിനപ്പുറത്ത് വെളുത്ത മൂടുപടം പോലെ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന് കാണാം. ഡോക്ടർ പ്രാൺ കസേരയിൽ ചാരി നിർവികാരനായി ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മേശപ്പുറത്ത് പകുതിയായ മധ്യ ഗ്ലാസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനൊരു വിഡ്ഢിയാണെന്ന്? പമ്പര വിഡ്ഢി. ടൈംസ് ജനലിന് സമീപത്ത് ചെന്ന ശേഷം തിരിഞ്ഞു നിന്നു. ഡോക്ടർ അദ്ദേഹത്തെ ശിരസനക്കാതെ ഒളിക്കണ്ണിട്ട് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഡോക്ടറും വളരെയധികം മാനസിക വ്യത അനുഭവിക്കുന്നുണ്ടെന്ന് ആ മുഖത്ത് നോക്കിയാലറിയാം. അതിന് ഉത്തരവാദി ഞാനാണ്. അവരെ ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയതും അയാളെ കൊലയ്ക്ക് കൊടുത്തതും ഞാനാണ്. ടൈംസ് അസ്വസ്ഥതയോടെ വീണ്ടും നടന്നു. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ഡോക്ടർക്ക് ആ അവസ്ഥയിൽ വിഷമം തോന്നി. അദ്ദേഹം കുറ്റബോധത്താൽ വീർപ്പുമുട്ടുകയാണ്. ഇതിനു മുൻപ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മനഃപൂർവ്വമല്ലല്ലോ ഈ അപകടം. ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? ഡോക്ടർ സുഹൃത്തിനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. അല്ല, അങ്ങനെയല്ല, ടൈംസ് പെട്ടെന്ന് പറഞ്ഞു. ഞാനത് മനസ്സിലാക്കേണ്ടതായിരുന്നു. മധു ആ ടെലിഫോൺ അറ്റൻഡ് ചെയ്യുന്നത് നാം കണ്ടു. തുടർന്ന് അയാളുടെ മുഖത്തുണ്ടായ ഭാവമാറ്റങ്ങളും. അയാൾ തിരിച്ചു മുറിയിലേക്ക് പോയത് ഭയന്നാണ്. ഇടയ്ക്ക് അയാൾ ഭീതിയോടെ തിരിഞ്ഞു നോക്കിയത് ഓർക്കുന്നില്ലേ? തൻ്റെ സമീപത്ത് മരണം പതിയിരിക്കുന്നുണ്ടെന്നും അജ്ഞാതനായ ഒരു കുറ്റവാളി ഏത് സമയവും തൻ്റെ മേൽ ചാടി വീഴാമെന്നും അയാൾ ഭയന്നിരിക്കണം. അതെ, അതാണുണ്ടായത്. ആ ടെലിഫോൺ സന്ദേശം എന്താണെന്ന് പറയാനും എനിക്ക് കഴിയും. നീ എത്രയും വേഗം മല്ലികയെ ഉപേക്ഷിക്കുക. ഇനി തിരിച്ചു മല്ലികയുടെ സമീപത്തേക്ക് പോവുക പോലും ചെയ്യരുത്. അതെ, അങ്ങനെ തന്നെയായിരിക്കണം ആ നിഗൂഢകൻ പറഞ്ഞത്. അതുകൊണ്ടല്ലേ അയാൾ ഉടനെ തിരിച്ചു പോന്നതും? ടൈംസ് കിതച്ചുകൊണ്ട് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണെന്ന് ഡോക്ടർക്ക് തോന്നി. മറിച്ചാവാൻ യാതൊരു സാധ്യതകളുമില്ല. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഗ്ലാസ് ഉയർത്തി ഒരു കവിൾ മദ്യം അകത്താക്കി. ശത്രു മധുവിനെ നേരിട്ട് ആക്രമിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, ഡേവിൾ. ടൈംസ് ഒരു സിഗരറ്റ് കത്തിച്ച് അതിരങ്ങൾക്കിടയിൽ തിരുകി. പക്ഷേ ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഡോക്ടർ സാവധാനം പറഞ്ഞു. അതുകൊണ്ട് എന്താണ്? ഒന്നുമില്ല. നമുക്ക് കുറേ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചവർക്ക് ആ വിശ്വാസം തെറ്റാണെന്ന് ബോധ്യമായി, അത്ര തന്നെ. ഇനി ആ പെൺകുട്ടിയോട് എന്ത് സമാധാനം പറയും? എനിക്കൊന്നും അറിയില്ല, ഡോക്ടർ അതിന് മറുപടി പെട്ടെന്ന് പറഞ്ഞു. നമ്മളാണ് അവരെ ക്ലബിലേക്ക് അയച്ചതെന്ന് ആർക്കും അറിയില്ല. അവർ സാധാരണ അവിടെ വരാറുണ്ടായിരുന്നുവല്ലോ. അതുകൊണ്ട് ഇതൊരു യാദൃശ്ചിക സംഭവമായി കരുതുകയുള്ളൂ. നിങ്ങൾ വെറുതെ വിഡ്ഢിത്തരം വീണ്ടും എഴുന്നള്ളിക്കരുത്. നമ്മുടെ കഴിവുകേടിനെ മറയ്ക്കാൻ മാത്രമല്ലേ അതുകൊണ്ട് കഴിയുകയുള്ളൂ. അത് ചെയ്ത കുറ്റവാളിയെപ്പോലും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നതാണ് ഏറെ ഖേദകരം. ടൈംസ് കസേരയിൽ വന്നിരുന്നു. അതിരങ്ങൾക്കിടയിൽ സിഗരറ്റിരുന്ന് പുകഞ്ഞു. ഒപ്പം മനസ്സും. ആരോ വാതിൽക്കലേക്ക് നടന്നു വരുന്ന ശബ്ദം അവർ കേട്ടു. പ്രഭാതത്തിലെ തുറഞ്ഞ നിശബ്ദതയിൽ അത് വ്യക്തമായി കേൾക്കാമായിരുന്നു. ടൈംസും ഡോക്ടറും സംശയത്തോടെ വാതിലിന് നേരെ നോക്കി. വാതിലിന് മുട്ടുകെട്ടപ്പോൾ ടൈംസ് എഴുന്നേറ്റ് ചെന്നു. ബി കെയർഫുൾ, ഡോക്ടർ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചു. വാതിലിൻ്റെ കുറ്റിയെടുക്കുമ്പോൾ അതാരാണെന്ന കാര്യത്തിൽ കുറ്റാന്വേഷകനും ഉത്കണ്ഠയുണ്ടായിരുന്നു. വാതിൽ തുറന്നപ്പോൾ കട്ടിയുള്ള ഒരു അമുക്കുപ്പായം ധരിച്ച ബയററെ അദ്ദേഹം കണ്ടു. സാർ, ഒരു ടെലിഫോണുണ്ട്. കുറച്ചു നേരമായി മണിയടിക്കുന്നു, അവൻ പറഞ്ഞു. എനിക്കോ? ആരാണത്? ഒരു ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. എന്തോ പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. ആ, ഡോക്ടർ ജോസ് പ്രകാശ്. ജോസ് പ്രകാശ് സാർ, ഞാനിതാ വരുന്നു. ടൈംസ് അകത്തേക്ക് തിരിച്ച് സുഹൃത്തിൻ്റെ അടുത്തെത്തി. ഡോക്ടർ ജോസ് പ്രകാശ് ആണ്. എന്താണ് കാര്യമെന്നറിയില്ല. ഞാൻ അറ്റൻഡ് ചെയ്യട്ടെ? ടൈംസ് വേഗം പുറത്തേക്ക് വന്നു. റിസപ്ഷനിലെ മേശപ്പുറത്തെ ക്രാഡിൽ നിന്നും റിസീവർ എടുത്ത് മാറ്റി വെച്ചിരുന്നു. യെസ്, ടൈംസ് ഹിയർ. സാർ, ഞാൻ ഡോക്ടർ ജോസ് പ്രകാശ് ആണ്. താങ്കളോട് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. മറുവശത്തു നിന്നും പരിഭ്രാന്തമായ ശബ്ദം. എന്താണ്? എന്തുപറ്റി? സാർ, മധു കൊല്ലപ്പെട്ടു. അയാളുടെ കാറിന് ആരോ ടൈം ബോംബ് വെച്ചു. താഴ്വരയിൽ ആ കാർ ചിന്നിച്ചിത്ര കിടക്കുകയാണ്. മധുവിൻ്റെ ശവം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. സത്യമാണോ നിങ്ങളീ പറയുന്നത്? ടൈംസ് കൃത്രിമ ഭാവം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. അതെ സാർ, ആ പെൺകുട്ടിയുടെ കാര്യമാണ് ഏറെ കഷ്ടം. അവൾ ബോധം കെട്ട് കിടക്കുകയാണ്. ഞങ്ങൾ ഉടനെ വരാം. എവിടെയാണ് സംഭവ സ്ഥലം? ക്ലബിൽ നിന്നും ക്യൂൻ മേരി എസ്റ്റേറ്റിലേക്കുള്ള വഴിയിൽ. താങ്ക് യു, ഞങ്ങളിതാ വരുന്നു. ഡിറ്റക്റ്റീവ് ടൈംസും ഡോക്ടർ പ്രാണും സംഭവ സ്ഥലത്തെത്തുമ്പോൾ നേരം വെളുത്തു കഴിഞ്ഞിരുന്നു. എസ്റ്റേറ്റിലെ തൊഴിലാളികളും ഓഫീസേഴ്സും അടങ്ങിയ വലിയ ഒരു സംഘം ആളുകൾ അവിടെ കൂടി നിന്നിരുന്നു. അവരുടെ ഇടയിൽ ഖാക്കിധാരികൾ ഇൻസ്പെക്ടർ വിൻസെൻ്റ് 1-2 പേരുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. എങ്ങനെയാണിത് സംഭവിച്ചത്? ടൈംസ് തേയിലച്ചെടികൾക്കിടയിൽ ചിതറിക്കിടക്കുന്ന കാറിൻ്റെ ഭാഗങ്ങളിൽ ശ്രദ്ധിച്ചു. ഒന്നും അറിയില്ല സാർ. മധുവിൻ്റെ ശവം പോലും കിട്ടിയിട്ടില്ല. കുറ്റവാളികൾ അതും തട്ടിയെടുത്തിരിക്കുന്നു, ഇൻസ്പെക്ടർ പറഞ്ഞു.
മധുവിനെ തട്ടിയെടുത്ത ശേഷം കാർ നശിപ്പിച്ചതാണോ എന്നും സംശയമുണ്ട്. മറിച്ച് ബോംബ് വെച്ച് കാർ തകർത്തതിന് ശേഷം ശവം മോഷ്ടിച്ചതാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാർ, ഒരു വിവരം മല്ലികയിൽ നിന്ന് കിട്ടി. അതായത് സ്ഫോടനം നടന്ന ഉടനെ തന്നെ ഒരു വാഹനം അകന്നു പോകുന്നതിൻ്റെ പ്രകാശം അവൾ അവ്യക്തമായി കണ്ടു. ടൈംസ് എന്തോ ആലോചിക്കുന്നത് പോലെ ശിരസ്സു കുലുക്കി. പിന്നെ അദ്ദേഹം ചിതറിക്കിടക്കുന്ന ലോഹങ്ങൾക്കിടയിലൂടെ സാവധാനം നടന്നു. അതൊരു അഭിനയം പോലെയാണ് ഡോക്ടർ പ്രാണിന് തോന്നിയത്. അദ്ദേഹവും ആ സംഭവത്തിൽ വലിയ താല്പര്യമില്ലാത്തവനെ പോലെ കാറിൻ്റെ ബോണറ്റിൽ ചാരി നിന്നു. പിന്നെ വിവിധ ആംഗിളുകളിലുള്ള കുറേ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തി. അവർ ടി വിയിൽ തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആ കൊലയാളിയെപ്പറ്റി ഇപ്പോൾ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ടൈംസ് ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ സംശയം തെറ്റാൻ യാതൊരു സാധ്യതകളും കാണുന്നില്ല. അതെ, കിട്ടിയ തെളിവുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവൻ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ എനിക്കൊന്നും സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ആരാണത്? ഡോക്ടർ കുറ്റാന്വേഷണൻ്റെ മുഖത്തേക്ക് നോക്കി. സമയമായില്ല. ഒരുപക്ഷെ എൻ്റെ കണക്കുകൂട്ടലുകൾ വീണ്ടും തെറ്റിപ്പോയെങ്കിൽ അത് വളരെ മോശമാണ്. ഡോക്ടർ പിന്നീടൊന്നും ചോദിച്ചില്ല. സാർ, ഒരു ഫോൺ ബെയറർ വാതിൽക്കൽ വന്ന് പറഞ്ഞു. ടൈംസ് സുഹൃത്തിൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. പിന്നെ എഴുന്നേറ്റ് ചെന്നു. മേനക എസ്റ്റേറ്റിൽ നിന്ന് ഡോക്ടർ എബ്രഹമായിരുന്നു അത്. ടൈംസ്, ഞാൻ കേൾക്കുന്നത് ശരിയാണോ? ആ വൃദ്ധൻ്റെ ശബ്ദത്തിൽ സങ്കടവും വേദനയും ഉണ്ടായിരുന്നു. സോറി ഡോക്ടർ, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവമേ, ആ കുട്ടിയുടെ ഗതി ഇതോ? ഡോക്ടറുടെ ശബ്ദം പതറുന്നത് ഡിറ്റക്റ്റീവ് കേട്ടു. താങ്കളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഇനിയൊരു കൊലപാതകം കൂടി ആ നിഗൂഢകം ചെയ്യാത്ത രീതിയിൽ ഞാൻ വല വിരിച്ചു കഴിഞ്ഞു. അതെ, അവൻ എൻ്റെ കൈക്കുള്ളിൽ തന്നെയുണ്ട്. ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ കുഞ്ഞെ. ആ ദ്രോഹി ആരായിരുന്നാലും അവന് ഗതി പിടിക്കില്ല. റിസീവർ താഴെ വയ്ക്കുമ്പോൾ ഡോക്ടറുടെ കരം വിറയ്ക്കുന്ന ശബ്ദം ടൈംസ് കേട്ടു. ആ ലൈൻ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടപ്പോൾ ടൈംസ് എക്സ്ചേഞ്ചിലേക്ക് വിളിച്ചു. ഗുഡ് മോർണിംഗ് സാർ, ഈ നമ്പർ ഒന്ന് വിളിച്ചു തരൂ. ടൈംസ് നമ്പർ പറഞ്ഞു കൊടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ച നമ്പർ കിട്ടി. യെസ്, ഡോക്ടർ വിൽസൺ ഹിയർ. മറുവശത്തു നിന്നും ശക്തമായ ഒരു പുരുഷ ശബ്ദം ടൈംസിൻ്റെ കാതുകളിൽ വന്നലച്ചു. ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഞാൻ ടൈംസ് ആണ്. വിളിക്കാൻ താമസിച്ചു പോയി. നമ്മുടെ രോഗിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രക്തമോ? താങ്കളത് വേണ്ട രീതിയിൽ ഭംഗിയായി ചെയ്യണം. പണമൊന്നും പ്രശ്നമല്ല. ഒരിക്കലും അത് പാടില്ല. മറു ചെവി അറിയരുത്. രഹസ്യമായിരിക്കണം. അതെ, അതുതന്നെ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ? എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ ഉപകാരമായിരിക്കും ഇത്. മാത്രമല്ല, ഈ കേസിൽ താങ്കൾ കൂടി പങ്കാളിയാവുകയും ചെയ്യും. അയാൾ ശക്തനായിരിക്കുമെന്നോ? അതെനിക്കറിയാം. അവന് എസ്റ്റേറ്റ് സ്വന്തമാക്കുന്നതിന് മുമ്പ് ഞാൻ പിടിമുറുക്കിയിരിക്കും. ഭയപ്പെടേണ്ട ഒട്ടും. ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. താങ്ക് യു വെരി വെരി. ടൈംസ് സന്തോഷത്തോടെയാണ് റിസീവർ ക്രാഡിലിൽ വെച്ചത്. പുകഞ്ഞു തീർന്ന സിഗരറ്റ് ജനലിലൂടെ പുറത്തേക്കിറങ്ങിയിട്ട് ടൈംസ് മറ്റൊന്നിനെ തീ കൊളുത്തി. നാം വിജയിച്ചു സുഹൃത്തെ, ടൈംസ് ഉത്സാഹത്തോടെ പറഞ്ഞു. ആ ജീവൻ തിരിച്ചു കിട്ടി. ഇനി നമുക്ക് നാരായണനുമായി ബന്ധപ്പെടണം. ടൈംസിൻ്റെ കാർ തേയിലത്തോട്ടത്തിലൂടെ ബംഗ്ലാവ് ലക്ഷ്യമാക്കി ഓടി. അകലെ കൂടി കറുത്ത കൊടി കുത്തിയ ട്രാക്ടറുകളും കാറുകളും ഓടുന്നത് അവർ കണ്ടു. എസ്റ്റേറ്റിന് അന്ന് അവധിയായിരുന്നു. ആ ഭീകര ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്നുണരാതെ എസ്റ്റേറ്റ് പോലും മരവിച്ചു കിടന്നു.